ഓം ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഹരി ഓം ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഹരി ഓം ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരി ഓം ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഹരി ഓം. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കൃഷ്ണായ ഗോവിന്ദായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഷഷ്ഠസ്കന്ധത്തിൽ മരുത്തുക്കളുടെ ഉൽപ്പത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. വിശ്വരൂപാദി കഥകളെല്ലാം അരുളി ചെയ്ത് ആദിത്യന്മാരുടെ വംശവും വിസ്തരിച്ചുള്ളതെല്ലാം ചുരുക്കി പറഞ്ഞ് ഥമറിയിച്ച ശേഷം ദിതിയുടെ സന്തതി ചൊല്ലാം. ഹിരണ്യാക്ഷനും പുനരന്തരാ പിന്നെ ഹിരണ്യകശിപുവും ഉണ്ടാച്ചമഞ്ഞതിൽ പ്രഹ്ലാദനാദിയായുണ്ടായതേറ്റ മസുരകളൊഴിയിൽ രണ്ടാമതങ്ങുതിരിക്കു തനയരായി ഉണ്ടായതിന്ദ്രസകന്മാർ മരുത്തുകൾ. മുന്നം മുകുന്ദൻ പുരന്തര ബന്ധുവായി നിന്നു ഹിരണ്യാക്ഷനെയുമനന്തരം കൊന്നു. ഹിരണ്യകശിപുവെ തന്നെയുമന്നതു കണ്ടു ദുഃഖം പൂണ്ടു സാദിതി തന്നുടെ പുത്രരെ കൊല്ലിച്ചോരിന്ദ്രനെ കൊന്നിടുവാനെനിക്കുന്നൊരു നന്ദനൻ വന്നുളവാകണമെന്നുള്ള ചിന്തയാ തന്നുടെ വല്ലഭനാകിയ കശ്യപൻ തന്നെ പ്രസന്നനാക്കി ചമച്ചാദരാൽ പുത്രനെ പ്രാർത്ഥിച്ച കാലത്തു കശ്യപനെത്രയും ആത്മനിരാസതാപങ്ങളാൽ ദുർധരമായ വ്രതം ധരിച്ചിടുവാനുധൃതി പൂണ്ടരുളി ചെയ്തത് ദൃശ്യം. സംവത്സരം കൊണ്ടവധി കൂടുന്നൊരു നിർമ്മലമാം വ്രതമുണ്ടതു ദീക്ഷിക്കിൽ. നിർമ്മലമാം വ്രതമുണ്ടതു ദീക്ഷിക്കിൽ മംഗലമേറ്റം ഭഗവൽ പ്രിയകരം. ഭംഗ്യാവകച്ചു കൊള്ളാം നിനക്കെങ്കിലോ ചിത്തഗതിക്കൊത്ത പുത്രനുണ്ടായി വരും. ഇത്തം പറഞ്ഞനുഷ്ഠാനക്രമങ്ങളും സദ്യോ മുതിർന്ന ഗോപാംഗിക്കുപദേശിച്ചുദ്യന്മുദാ താൻ ഗ്രഹിപ്പിച്ചരുളിനാൻ. ഗർഭിണിയാമവളം വ്രതം ദീക്ഷിച്ചാനുൾത്താരിലങ്ങതറിഞ്ഞു പുരന്തരൻ. യോഗബലേന പരിചരനായൊരു ഭാഗവതനായരികെ മരുവിനാൻ. ഛിദ്രവും പാർത്തതു കാലമൊരു ദിനം നിദ്ര പൂണ്ടാളവൾ സന്ധ്യയിങ്കൽ തഥാ
ശുദ്ധയല്ലാതെ കിടന്നുറങ്ങും ദിതിതൻ ജഡരെ വജ്രപാണിയായി ചെന്നവൻ ഏഴായി നുറുക്കിനാൻ ഗർഭപിണ്ഡത്തെ അങ്ങേഴു കുമാരരായി നിന്നു കേണാരവർ. കേഴായ്വിനെന്നു പറഞ്ഞേഴുപേരെയും ഏഴേഴു ഖണ്ഡങ്ങളാക്കിനാൻ. പിന്നെയും ഏഴേഴുപേരും തൊഴുതുടൻ കേഴുമ്പോഴുതിന്ദ്രനോടു ചൊല്ലിയിടിനാർ. ഭ്രാതാക്കളായതോ ഞങ്ങൾ നിനക്കിനി പാഹി ജഗൽ പ്രഭു. ഞങ്ങളെ നീ മുതാ എന്നു പറഞ്ഞു തൊഴുതവർക്കിന്ദ്രനുമന്ന് അഭയം കൊടുത്തുന്നിച്ചു സാദരം. പിന്നെ പുറത്തു പോന്നിടിനാൻ അഞ്ജസ. പിന്നാലെ പോന്നാർ മരുത്തുകളും തഥാ. ഇങ്ങനെ ഖണ്ഡിതരായ മരുത്തുകൾ തങ്ങൾക്കു ചെമ്മീ ഭഗവതനുഗ്രഹാൽ വന്നീല നാശമാമസുരഭാവം. തങ്ങൾക്കു ചെമ്മേ ഭഗവതനുഗ്രഹാൽ വന്നീല നാശമസുരഭാവം. കളഞ്ഞിന്ദ്രാനുചാരികൾ ശുദ്ധരായാർതുലൂ. അത്ര മഹത്വമുള്ളൊരു വ്രതമെന്നതത്യാദരേണ കേട്ടുത്തമഭൂവരൻ. അത്ര മഹത്വമുള്ളൊരു വ്രതമെന്നതത്യാദരേണ കേട്ടുത്തമഭൂവരൻ. വിദ്രുതം വിസ്തരിച്ചു കവി കേട്ടുടനുൾത്താർ തെളിഞ്ഞു ഭഗവതനുഗ്രഹാൽ. ദുഷ്ടതമൊക്കെയൊഴിഞ്ഞതിശുദ്ധനായി ഭക്തപ്രിയനായനുദിനം വെട്ടി നുറുക്കിക്കളഞ്ഞവരും ബലാൽ നഷ്ടരായി വന്നീലനുഗ്രഹശക്തിയാൽ. ഇത്തം അനുഗ്രഹ സാധനം ഭൂഷണം ഭക്ത്യാ ചുരുക്കി പറഞ്ഞാൽ കിളിമകൾ. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാദേ ഷഷ്ഠസ്കന്ധ സമാപ്തഃ. നമസ്തേ. അടുത്ത ഭാഗം സപ്തമസ്കന്ധം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാദം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം സപ്തമസ്കന്ധം തുടരും നാളെ. നമസ്തേ.